ബ്രാഞ്ച് ബാങ്കിങ്. ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറയുന്നത് യൂണിറ്റ് ബാങ്കിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റാ. ബ്രാഞ്ച് ബാങ്കിങ്ങിന്റെ മീനിങ് എന്ന് പറയുന്നത് എ സിംഗിൾ ബാങ്ക് പ്രൊവൈഡ് ഇറ്റ്സ് ബിസിനസ് ത്രൂ നമ്പർ ഓഫ് ബ്രാഞ്ചസ് ആൾ ഓവർ ദ കൺട്രി. അതായത് ഒരു രാജ്യത്ത് എല്ലായിടത്തുമുള്ള ബ്രാഞ്ചസിലൂടെ കസ്റ്റമേഴ്സിന് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനെയാണ് നമ്മൾ ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറയുന്നത്. ബ്രാഞ്ച് ബാങ്കിങ്ങില് ആ പേര് പോലെ തന്നെ നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പമാണ്. ബ്രാഞ്ചസിലൂടെ അതിന്റെ സേവനങ്ങൾ എന്ത് ചെയ്യുന്നു, ഉറപ്പാക്കുന്നു. അപ്പൊ ബ്രാഞ്ചസ് ഉണ്ടെന്നുള്ളത് വെച്ചുകൊണ്ട് ഇതിനെ നമ്മൾ മറ്റൊരു പേരിൽ വിളിക്കുന്നുണ്ട്, ഡി ലോക്കലൈസ്ഡ് ബാങ്കിങ്. കാരണം ഏരിയ ഒരുപാട് കവർ ചെയ്യുന്നുണ്ട്. എല്ലാ ഏരിയയിലും ബ്രാഞ്ചസ് കാണും ബാങ്കിന്. ആ ബ്രാഞ്ചസിലൂടെ എല്ലാം ബിസിനസ് ഉറപ്പാക്കുന്നത് കൊണ്ട്, സേവനം ഉറപ്പാക്കുന്നത് കൊണ്ട് അതിനെ നമ്മൾ വിളിക്കുന്നത് ഡി ലോക്കലൈസ്ഡ് ബാങ്കിങ് എന്ന. ഓക്കെ, അപ്പൊ ബ്രാഞ്ച് ബാങ്കിങ്ങിനെയാണ് ഡി ലോക്കലൈസ്ഡ് ബാങ്കിങ് എന്ന് വിളിക്കുന്നത്. നമ്മൾ യൂണിറ്റ് ബാങ്കിങ്ങിനെ എന്തെന്ന് വിളിക്കുമായിരുന്നു, ലോക്കലൈസ്ഡ് ബാങ്കിങ് എന്ന് വിളിക്കുമെങ്കിൽ ഇതിനെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്, ഡി ലോക്കലൈസ്ഡ് ബാങ്കിങ് എന്നാണ് വിളിക്കുന്നത്. ഇനി ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. യൂണിറ്റ് ബാങ്കിങ്ങിൽ നമ്മൾ പറയുന്നത് ബാങ്ക് പ്രൊവൈഡ് ഇറ്റ്സ് ബിസിനസ് ത്രൂ സിംഗിൾ ഓഫീസ് എന്നാണ്. എന്നാൽ ഇവിടെ നമ്മൾ പറയുന്നത് എ സിംഗിൾ ബാങ്ക് പ്രൊവൈഡ് എന്നുള്ളതാ. അപ്പൊ സിംഗിൾ ബാങ്ക് എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ കയറി യൂണിറ്റ് ബാങ്ക് എന്ന് പറയരുത്. അതിന്റെ ബാക്കിയും കൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. മറ്റത് യൂണിറ്റ് ബാങ്കിൽ പറയുന്നത് എന്താണ്, എ ബാങ്ക് പ്രൊവൈഡ് ഇറ്റ്സ് ബിസിനസ് ത്രൂ എ സിംഗിൾ ഓഫീസ്, ഒരൊറ്റ ഓഫീസിലൂടെ മാത്രം പ്രവർത്തനം നടത്തുന്നു. എന്നാൽ ബ്രാഞ്ച് ബാങ്കിങ്ങിൽ പറയുന്നത് എ സിംഗിൾ ബാങ്ക് പ്രൊവൈഡ് ഇറ്റ്സ് ബിസിനസ് ത്രൂ ദ നമ്പർ ഓഫ് ബ്രാഞ്ചസ് ആൾ ഓവർ ദ കൺട്രി. ഇന്ത്യയിൽ മുഴുവനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് മുഴുവനായിട്ടും ബ്രാഞ്ചസുകളിലൂടെ എന്ത് ചെയ്യുന്നു, അതിന്റെ സർവീസ് ഉറപ്പുവരുത്തുന്നതിനെയാണ് ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറയുന്നത്. ഈ ബ്രാഞ്ച് ബാങ്കിങ്ങിന്റെ നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് UK ആണ്. ഏതാണ്, UK ആണ്, അല്ലെങ്കിൽ ബ്രിട്ടൻ എന്നായിരിക്കും കാണിക്കുന്നത്. അപ്പം ബ്രിട്ടൻ അല്ലെങ്കിൽ UK ആണ് ഏതെന്ന് പറയുന്നത് ബ്രാഞ്ച് ബാങ്കിങ്ങിന്റെ നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത്. ഇന്ന് ഇന്ത്യയിലും അതാണ് ഫോളോ ചെയ്യുന്നത്. ഇന്ത്യയിലും ഏതുണ്ട്, ബ്രാഞ്ച് ബാങ്കിങ് ഉണ്ട്. അപ്പം ബ്രാഞ്ച് ബാങ്കിങ് പ്രിവേലന്റ് ഇൻ UK ആൻഡ് ഇന്ത്യ. ബ്രാഞ്ച് ബാങ്കിങ് എവിടെയൊക്കെ നിലവിലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെ ഉണ്ട്, ഇന്ത്യയിലും ഉണ്ട്, UK യിലും ഉണ്ട്. ബ്രാഞ്ച് ബാങ്കിങ്ങിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നും കൂടെ പറയാം. എന്തൊക്കെയാണ്, ഒരു സിംഗിൾ ബാങ്ക് ബ്രാഞ്ചസുകളിലൂടെ അതിന്റെ ബിസിനസ് എല്ലാ കസ്റ്റമേഴ്സിനും ഉറപ്പുവരുത്തുന്നു. അതുപോലെ തന്നെ ഇതിനെ ഡി ലോക്കലൈസ്ഡ് ബാങ്ക് എന്നാണ് പറയുന്നത്. ഇവർക്കുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ഓപ്പറേഷൻ ആയിരിക്കും. ഇവരുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവര് ബിഗ് എമൗണ്ട് ഓഫ് ലോൺസ് കൊടുക്കുന്നുണ്ട്. ബിഗ് എമൗണ്ട് ഓഫ് ലോൺസ് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇവർക്ക് എന്തുണ്ട്, ഒരുപാട് ബ്രാഞ്ചസും ഒരുപാട് ബിസിനസ്സും ഒക്കെ ഉള്ളത് കൊണ്ട് ഇവർ എല്ലാ തരത്തിലുള്ള ലോണുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള ലോൺ എന്ന് പറയുമ്പോൾ ഷോർട്ട് ടൈം ലോണുകൾ കൊടുക്കും, മീഡിയം ടൈം ലോണുകൾ കൊടുക്കും, ലോങ് ടൈം ലോണുകൾ കൊടുക്കും. ബിഗ് എമൗണ്ട് ഓഫ് ലോൺസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഏതെന്ന് പറയുന്നത്, ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് ക്യാൻ അവെയിൽ all type of operations, all type of banking operations from the branch banking. All type of operation എന്ന് പറയുമ്പോൾ all type of banking operations are available from the branch banking system. മനസ്സിലായോ? ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റത്തിലൂടെ കസ്റ്റമേഴ്സിന് എല്ലാ തരത്തിലുള്ള ബാങ്കിങ് ആക്ടിവിറ്റീസും അവൈലബിൾ ആയിരിക്കും. ഇത്രയും ക്ലിയർ ആയോ? ഇനി ഇത് ഏതൊക്കെ രാജ്യത്താണ് ഉള്ളത്, UK ആണ് നേറ്റീവ് പ്ലേസ്. ഇന്ത്യയിലും ബ്രാഞ്ച് ബാങ്കിങ് ഉണ്ട്. നമുക്കറിയാലോ, നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കുകളെല്ലാം എടുത്തു നോക്കേ. ഇപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഇന്ത്യയിൽ എല്ലായിടത്തും, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല അവർക്ക് ഔട്ട്സൈഡ് ഇന്ത്യക്ക് വെളിയിലും എന്തുണ്ട്, അവർക്ക് ബ്രാഞ്ചസ് ഉണ്ട്. അതുപോലെ കാനറ ബാങ്കിന് എല്ലായിടത്തും ബ്രാഞ്ചസ് ഉണ്ട്. അതുപോലെ തന്നെ യൂണിയൻ ബാങ്കിനുണ്ട്. അങ്ങനെ എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകൾക്കും അല്ലെങ്കിൽ എല്ലാ ഷെഡ്യൂൾഡ് ബാങ്കുകൾക്കും നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ. അതുകൊണ്ടാണ് ഇന്ത്യയിലും ഏത് ബാങ്കിങ് സിസ്റ്റം ആണെന്ന് പറയുന്നത്, ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റം ഫോളോ ചെയ്യുന്നെന്ന് പറയുന്നത്.